Dear students, today I want to continue the discussion of 2018 physics question paper. ഞാൻ ഓൾറെഡി ആദ്യത്തെ 1 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുവല്ലോ. So we can start the second video with the question number 16. Here, which of the following graphs represents the speed of a projectile as a function of time t? സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒബ്ലിക് പ്രൊജക്ഷൻ എടുക്കുമ്പോൾ സി ഇറ്റ്സ് എ ട്രജക്ടറി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലൈക്ക് ദിസ് വൺ. സോ ഇഫ് യു ജസ്റ്റ് അനലൈസ് വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, ഇറ്റ് മസ്റ്റ് ഗോസ് ഓൺ ഡിക്രീസിങ്, become the minimum value at the highest point and then goes on decreasing. So whatever may be the case, initially എത്ര വാല്യൂ ഉണ്ടായിരുന്നോ അതിനേക്കാളും കുറഞ്ഞ വാല്യൂസ് ആണ് ആസ് ദ ടൈം ഗോസ് ഓൺ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റും. സോ അറ്റ് എ ടൈം ടി ഈക്വൽ ടു 0 ഇറ്റ് ഗോട്ട് ദ മാക്സിമം വാല്യൂ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദെൻ ഗോസ് ഓൺ ഡിക്രീസിങ്. സോ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ ഡിക്രീസ് ചെയ്യുന്ന ഒരു പാറ്റേണിലേക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഫിഗർ ഇതാണുള്ളത്. പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്, ചിന്തിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ദർ ആർ ഇറ്റ് ഈസ് എ 2-dimensional മോഷൻ. സോ 2 വെലോസിറ്റീസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാമെന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നൊരു കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം അറ്റ് എനി പോയിന്റ് the velocity is u cos theta, the acceleration is 0 horizontally. But for the vertical component, we can say that Vy is equal to good as a u sine theta minus gt. So that is the y component. So they makes an angle of 90 degrees, so the velocity at any time that we can easily find as by the value vx square plus vy square. You can put the values and you get the value as u square plus g square t square minus 2u gt sine theta. പക്ഷേ ഇത് റൂട്ടൊക്കെ വന്നു ടി സ്ക്വയറുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു നോൺ ലീനിയർ കർവ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇത് വരാനല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്ക് വരുത്താം. ഇഫ് യു ജസ്റ്റ് പ്ലോട്ട് ദ വേർട്ടിക്കൽ കമ്പോണൻ്റ് അലോൺ, അങ്ങനെ വരുമ്പോൾ ടൈം ടി 0 ആകുന്ന സമയത്ത് അവനൊരു ഡെഫിനിറ്റ് വെലോസിറ്റി ഉണ്ട്. വി വൈ എന്ന് പറയുന്നത് ഇവിടെ വൈ ആക്സിസിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് സി മൈനസ് എം ടി എന്ന് എം എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ സി ഇസ് ദ വൈ പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ് എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദിസ് പോയിന്റ് ആൻഡ് ഓൾസോ ദാറ്റ് ദ സ്ലോപ്പ് ഈസ് നെഗറ്റീവ് മൈനസ് എം. സോ അവിടെ നിന്ന് കാരണം മൈനസ് ജി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ റെലവൻറ്റ് ഇൻഫർമേഷൻ. സോ വി ക്യാൻ കോഡ് ദ ആൻസർ as this choice. So we can code the choices are a little bit different as A, B as the answer. This is C choice, D, E. So we can code the answer as B. So that is a good question, good concept. Very good question is waiting. A body P floats in water with half of its volume immersed. Another body Q floats in a liquid of density 3/4 of the density of water with 2/3 of its volume immersed. The ratio of the density of P to that of Q is. So നമുക്ക് 2 കേസസ് ആണ്. ആദ്യം നമ്മുടെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ വാട്ടർ ആണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് ദ ഗിവൺ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദർ ഈസ് എ ബോഡി പി. ആ പിയുടെ ബോഡിയുടെ പ്രത്യേകത നമ്മൾ തിരിക്കുക. അവൻ്റെ എക്സാക്ട്ലി ഹാഫ് ഈസ് ഇൻസൈഡ്. സോ V/2 പിയുടെ V/2 ആണ് ഇമേഴ്സ് ചെയ്തിരിക്കുക. അനദർ ബോഡി ഇൻ ഫ്ലോട്ട്സ് ഇൻ എ ലിക്വിഡ്. സോ അനദർ കേസ് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അനദർ ലിക്വിഡ് ഈസ്
another body Q floats in a liquid 3/4 of the density of water. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത് 3/4 ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വിത്ത് 2/3 ഓഫ് ദ വോളിയം ഇമേഴ്സ്ഡ്. അപ്പോൾ അടുത്ത് എടുത്തിരിക്കുന്ന ബോഡിയെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 2/3 ഓഫ് ദ ടോട്ടൽ വോളിയം ഈസ് ഇൻസൈഡ്. ദ റേഷ്യോ ഓഫ് ദ ഡെൻസിറ്റി ഓഫ് പി ടു ഡെൻസിറ്റി ഓഫ് ക്യൂ. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റോ പി ബൈ ക്യൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ ഫ്ലോട്ടിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. ഫ്ലോട്ടേഷൻ നമുക്കറിയാം, ഫ്ലോട്ടിംഗ് ബോഡി മേ ബി ഫുള്ളി ഓർ പാർഷ്യലി സബ്മർജ്ഡ്, നമുക്ക് അറിയാമെന്നുള്ള പോയിന്റ്. ദ വൈ ഈസ് ബാലൻസ്ഡ് വിത്ത് ദ അപ്ത്രസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കേസിൽ മാസ് ഓഫ് പി ഇൻറ്റു ജി upthrust, volume inside into the density of the liquid under consideration into G. അപ്പോൾ ഇവിടെ മാസ് ഓഫ് പി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് വി ആണ് അവൻ്റെ വോളിയം എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഡെൻസിറ്റി ഓഫ് പി ഇൻറ്റു ദ വോളിയം വി ഗുഡ് ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഇൻസൈഡ് ഇറ്റ് ഈസ് ഗിവൻ ആസ് വി ബൈ ടു ഹിയർ. സോ വി ബൈ ടു ഇൻറ്റു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ജി. So Gg cancel, Vv cancel. So the density of P is equal to rho W by 2. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. രണ്ടാമത്തെ കൺസെപ്റ്റ് ഒന്ന് നോക്കും. രണ്ടാമത്തെ ഇവൻ്റെ നമ്മൾ ലേബൽ ഇരിക്കുന്നത് Q ആണെങ്കിൽ എം ക്യു ജി എന്ന് പറയുന്നത് വോളിയം ഇൻസൈഡ് ഫോർ ദിസ് Q ഇൻറ്റു ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു G. So that is a concept. So what is the mass of Q here? So mass of Q we can write as density of Q into its volume. നമുക്ക് V dash എന്ന് കൊടുക്കാം. That should be equal to, ഇപ്പോൾ ഇതിൻ്റെ വോളിയം നമുക്ക് V dash എന്ന് കൊടുത്താൽ മതി. സോ അതിൻ്റെ 2/3 വോളിയമാണ് ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു. സോ 2/3 V into the density of the liquid. Density of the liquid is given as what? 3/4 of density of water എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 3/4 of density of water into G. Gg cancel, V dash cancel. So the density of Q is equal to 3 cancel. So 2/4 as 1/2 the density of water. So ഈ രണ്ട് റിലേഷനും ഒന്ന് നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തേ, സിമ്പിളായിട്ട് നമുക്കൊരു കാര്യം കിട്ടി. ഡെൻസിറ്റി ഓഫ് പി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ക്യൂവും സെയിം അല്ലേ എന്ന് പറയുമ്പോൾ റോ പി ബൈ റോ ക്യൂ എന്ന് പറയുന്നത് 1:1 എന്ന് നമുക്ക് കിട്ടിയല്ലോ. സോ ഈ ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് രണ്ടാമത്തെ ചോയ്സ് ആൻസർ ആയിട്ട് നമുക്ക് പറയാം. സി എ ഗുഡ് ക്വസ്റ്റ്യൻ അഗൈൻ വെയിറ്റിംഗ്. എ പൈപ്പ് ഓഫ് ലെങ്ത് ഈസ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. അപ്പോൾ നമ്മളോട് പറയുന്നത് ക്ലോസ്ഡ് പൈപ്പിൻ്റെ കണ്ടീഷനാണ്. ടേക്കിംഗ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ആസ് here the pipe of length 1 meter, so the 1 meter is absent there. In air is the speed of sound in air is 320 meter per second. So നമുക്ക് velocity എന്ന് പറയുന്നത് എയർ എന്ന് പറയുന്നത് 320 meter per second എന്നാണ് പറയുന്നത്. The air column in the pipe cannot resonate for the frequency. ഇപ്പോൾ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി നമുക്ക് ആദ്യം അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്കറിയാം N1 ഇൻറ്റു ദ വെലോസിറ്റി ദാറ്റ് ഡിവിഷൻ ബൈ 4L അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എത്രയാണ്? സെക്കൻഡ് മോഡ് ഇവിടെ ക്ലോസ്ഡ് വൺ ആയതുകൊണ്ട് നമുക്കറിയാം ഓൾട്ടർനേറ്റ് മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം? 3 times ഓഫ് ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. തേർഡ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4th ആബ്സെൻ്റ് ആണ്, അപ്പോൾ 5 times ഓഫ് N1 ആയിരിക്കും. അപ്പോൾ 4th മോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ്, അതിൻ്റെ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 N1. ആൻഡ് 5th മോഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഉറപ്പിക്കാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 9 N1. ദാറ്റ് ഈസ് ഗോസ് ഓൺ. അപ്പോൾ N1 എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സിമ്പിളായി വെലോസിറ്റി നമുക്കറിയാം 4 into 1 എന്നാണ് പറയുന്നത്. സോ സിമ്പിളായിട്ട് 80 Hz എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫ്രീക്വൻസി എത്രയായിരിക്കും? യെസ്, 3 into 80 Hz.
സോ നമുക്ക് ഉറപ്പിച്ചു അത് 240 ഹെർട്സ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ എന്തായിട്ട് മാറി? 5 into 80. അപ്പോൾ 400 ഹെർട്സ് ആയി മാറി. Then the seventh mode, so simply the 7 into 8, so 560, good. Then similarly 9 into 80, so 720 hertz. നമുക്ക് ആബ്സെൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. So it is nothing but equal to 160. So again B is the answer. ഒരു വളരെ നല്ല ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർത്തിരിക്കണമേ, നമ്മൾക്ക് ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ് ആണെങ്കിൽ അവിടെ N1 ഉണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് മോഡ് എന്ന് പറയുന്നത് 2 into N1 ആണെന്ന് നമുക്കറിയാം. തേർഡ് മോഡ് എന്ന് പറയുമ്പോൾ 3 into N1 ആണെന്നുള്ള കാര്യം. എല്ലാ ഇൻറ്റഗ്രൽ നമ്പേഴ്സും അവിടെ പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല, ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ടാണ് only odd values are possible, 1, 3, 5, 7, 9, etc. Very important point. A good question, a brained one. A wave pulse in a string is described by the value. So it is given as at the value as y1. So that is equal to 5 by 3x minus 4t, that much square plus 2. And another wave pulse that is given as y2 equal to minus 5 by 2x 3x plus 4d minus 6 the whole square plus 2. അപ്പോൾ ഇങ്ങനെ രണ്ട് വേവ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. Described by the values y1, y2, x are in meters and in seconds. Which of the following statement is correct? And y1 travels along minus x direction, y2 along plus x direction. പിന്നെ ഒരു ഡിഫറെൻ്റ് ചോയ്സ് വരുന്നത് at x is equal to 1 meter, y1 and y2 always cancel. At t equal to 1 second, y1 and y2 cancel everywhere. നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉള്ളത് y is equal to a sin kx minus omega t. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇതിൽ വേവ് പ്രൊപ്പഗേഷൻ അത് സൂചിപ്പിക്കുന്ന കൺസെപ്റ്റാണ് kx minus omega t. അപ്പോൾ kx minus omega t എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുകയാണ്, ഇറ്റ് വേവ് ദാറ്റ് മസ്റ്റ് പ്രൊപ്പഗേറ്റ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് പോസിറ്റീവ് എക്സ് ആക്സിസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വേവ് ഇങ്ങനെ മൂവ് ചെയ്താൽ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് kx minus omega t. പക്ഷെ അതിന് പകരം ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണുള്ളതെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു kx പ്ലസ് omega t. സിമിലർലി ഓർത്തിരിക്കുക, ഇപ്പോൾ താപ്പോട്ട് ഒരു വേവാണ് പോകുന്നത് എന്നിരിക്കട്ടെ, നെഗറ്റീവ് y ഡയറക്ഷൻ. സോ നമ്മൾ ഉറപ്പിച്ച് പറയും അത് ky പ്ലസ് omega t എന്നുള്ള കാര്യം ഓർക്കുക. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം, ഈ എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് പോസിറ്റീവ് y ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന്. ഇവിടെ 3x പ്ലസ് എന്ന് പറയുന്നത് കൊണ്ട് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ചോദ്യങ്ങൾ ആൻസേഴ്സ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് ചിന്തിക്കാനൊന്ന് ശ്രമിക്കാം. സി ഓക്കെ, ദിസ് ഈസ് ദിസ് വാല്യൂ. നമുക്കിവിടെ ഒരു -5 ഉണ്ട്. And see the case when t equal to x take the value as 1. So at x is equal to 1. At x is equal to 1 വരുമ്പോൾ ആദ്യത്തെ വാല്യൂ എന്തായിട്ട് മാറി? 5 by 3 minus 4d that much square plus 2. Good. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഇത് 3 ആവും. 3 minus x എന്തായിട്ട് മാറി? -3 ആവും. അപ്പം -3 plus 4d that much square plus 2. അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നൊരു മൈനസ് സൈൻ ഇഞ്ഞ് പുറത്തേക്കെടുത്തേ, അത് സ്ക്വയർ ആകുമ്പോൾ നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5 by 3 minus 4t എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറും, +2. ഇനി ഇത് രണ്ട് ഇക്വേഷനും ഒന്ന് കമ്പയർ ചെയ്തേ. ഇതാണ് നമ്മുടെ y1 വാല്യൂ, ഇത് നമ്മൾ y2 ആണ്. രണ്ടും ഈ മൈനസ് സൈൻ ഒഴിച്ചാൽ രണ്ടും സെയിം അല്ലേ? അപ്പോൾ ഉറപ്പിച്ച് പറയാം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഉറപ്പിച്ച്. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി, ഒരു വേവ് ഇങ്ങനെ മൂവ്
ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് മുന്നോട്ട് പോകുന്ന ഒരു വേവ് ആണെങ്കിൽ മറ്റേ വേവ് ഉറപ്പായിട്ടും റിവേഴ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റല്ലേ വരും, ബിക്കോസ് ഓഫ് ദ മൈനസ്. സോ പൈ ഫേസ് ഡിഫറൻസ് രണ്ടും തമ്മിലുണ്ടെന്നല്ലേ, അവ തമ്മിൽ ക്യാൻസലായിട്ട് മാറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് y1 + y2 എഴുതുമ്പോൾ നമുക്ക് അവിടെ എത്ര വാല്യൂ കിട്ടി? 0 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ച രണ്ട് കൺസെപ്റ്റ്സുകൾ ഓർത്തിരിക്കുക. അതിലൊന്നാമത്തത് ഇവൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനെ പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. രണ്ടാമത് എക്സിന് വാല്യൂ കൊടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. സോ അപ്പോഴത്തേക്ക് നമുക്ക് ഡി ആണ് ആൻസർ എന്ന് കിട്ടി. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും നമുക്ക് ഈ ഒരു 2018 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഓസിലേഷൻ വേവ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അത് 2018 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the maximum transverse velocity and maximum transverse acceleration of a harmonic wave in a one-dimensional string are 1 meter per second and acceleration as 1 ms raised to -2. The phase velocity of the wave is 1 ms raised to -1. Then the wave form is. അപ്പോൾ നമ്മൾ ജനറലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താണ്? നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് വി ക്യാൻ റൈറ്റ് as y is equal to a sin of kx minus omega t. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം ഒരു മാക്സിമം അവൻ്റെ വെലോസിറ്റി അല്ലേ, അതെന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം, അത് എ ഒമേഗയാണ്. ആ വാല്യൂ ആണ് 1 എന്ന് പറയാം. അതോടൊപ്പം ആക്സിലറേഷൻ നമുക്കറിയാം a⍵², ആ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ a⍵ = 1 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a⍵× ω1 ആണെങ്കിൽ ഒമേഗയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a⍵² നിന്ന് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം, 1 ആയിട്ട് മാറി. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 1 × so here a, it is right as a, okay, into sin of kx minus omega t, that is a value. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വാല്യൂ എന്താണ്? കെ, അതോടൊപ്പം എന്താണ് ഒമേഗ, ആ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒമേഗ നമുക്കറിയാം, ഓക്കെ, 1 ആയി മാറി. വീണ്ടും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് 1 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഒരു വേവിൻ്റെ നമ്മുടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും ആങ്കുലർ വെലോസിറ്റിയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ω/k. ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് 2πf ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ k is nothing but equal to 2π/λ. 2π ക്യാൻസൽ ആയാൽ അത് f × λ ആയിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ ω/k എന്ന് പറയുന്നത് f⍵ is nothing but equal to v. We can say the wave phase velocity എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ആ വെലോസിറ്റി ഇവിടെ എത്രയെന്ന് പറയുന്നുണ്ട്? 1. അപ്പോൾ ഒമേഗയുടെ വാല്യൂ, കെയുടെ വാല്യൂ എല്ലാം എന്തായിട്ട് മാറി? 1. അപ്പോൾ കെയുടെ വാല്യൂ എന്തായിട്ട് നമുക്ക് പറയാം? x - t. So we get the answer as a sin of x - t. So we get a as the answer. അപ്പോൾ നല്ലൊരു കൺസെപ്റ്റാണ്, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 particles A and B of the same mass have their, അപ്പം രണ്ട് പേരുടെയും മാസ് എന്ന് പറയുന്നത് സെയിം ആയിട്ടാണ് തന്നിരിക്കുക. They are de Broglie wavelength in the ratio. So it is written as lambda A is to lambda B, that is equal to K is to 1. The potential energy is UA/UB, that is given as 1/k². The ratio of their total energies EA is to EB. EA/EB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എനർജിയുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ബൈ കൈനറ്റിക് എനർജി ഓഫ് ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ്. UA/UB എന്ന് പറയുന്നത് 1/k² എന്ന് തന്നിട്ടുണ്ട്. സപ്പോസ് യു വാല്യൂ എക്സ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ UB എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ k²x എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡേറ്റ നമുക്ക് കൈനറ്റിക് എനർജിയുമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത് h/p ആണെന്നും അത് കൈനറ്റിക് എനർജിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോൾ അത് 2m × E ആയിട്ട് മാറും, അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. യെസ്,
അപ്പോൾ ഇവിടെ എച്ച് കോൺസ്റ്റൻ്റ് ആണ്, ഏത് കേസ് എടുത്താലും മാസ് രണ്ടു പേർക്ക് സെയിം ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ദറ്റ് ഡി ബോഗ്ലി വേവ് ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√. കൈനറ്റിക് എനർജി വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് റേഷ്യോ എടുത്താൽ രണ്ട് കേസസിൽ നമുക്കിങ്ങനെ പറയാം, ലാംഡ എ ബൈ ലാംഡ ബി ഈസ് ഈക്വൽ ടു സിമ്പിളായിട്ട് റൂട്ട് ഓഫ് കെ സ്ക്വയർ that kinetic energy A square by kinetic energy B square. ഒന്ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ലാംഡ എ സ്ക്വയർ ബൈ ലാംഡ ബി സ്ക്വയർ ഈക്വൽ ടു കെ എ sorry, it is root k only, so root ka by root kb, so ka by kb. അപ്പോൾ ഇവിടെ നമുക്ക് ലാംഡ എ ബൈ ലാംഡ ബി എന്ന് പറയുന്നത് കെ ബൈ 1 ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം കെ സ്ക്വയർ ബൈ 1 സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് എ ബൈ കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് ബി. അപ്പോൾ കൈനറ്റിക് എനർജി E1 ബൈ ഇ ബൈ എ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് എ എന്ന് പറയുന്നത് ഞാൻ y ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കൈനറ്റിക് എനർജി, സോ ഇവിടെ എഴുതിയതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ലാംഡ ബൈ കെ ബി ബൈ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ യെസ് ഇൻവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ അത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ലാംഡ ബി ബൈ എ, സോ സിംപ്ലി ലാംഡ എ സ്ക്വയർ ബൈ കെ ബി ബൈ കെ എ ആയിട്ട് മാറും. സോ കെ ഇ ബി ബൈ കെ എ. സൂക്ഷിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അബദ്ധം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ കെ ഇ അറ്റ് ദ പോയിന്റ് എ എന്ന് പറയുന്നത് y ആയിട്ടാണ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ കെ ഇ അറ്റ് ദ പോയിന്റ് ബി എന്ന് പറയുന്നത് കെ ബി എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് നമുക്ക് എഴുതാം, കെ സ്ക്വയർ y ആയിട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ ഒരിക്കൽ കൂടെ ഈ പോയിന്റ് ഓർക്കണേ, ലാംഡ പ്രൊപ്പോർഷണൽ ടു 1/√k ആണ്. അപ്പോൾ ലാംഡ ബൈ ലാംഡ ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് കെ ബി ബൈ കെ എ വന്നു. ഒന്ന് സ്ക്വയർ ചെയ്തു, വാല്യൂ അപ്പടി എഴുതി. പിന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി കെ എ എന്ന് പറയുന്നതിന് y എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ കെ ബി എന്ന് പറയുന്നത് കെ സ്ക്വയർ ടൈംസ് ഓഫ് y ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇ എ പ്ലസ് കെ വൈ എ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ എ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ y ആയിട്ടാണ് ഡിനോട്ട് ചെയ്തത്. y പ്ലസ് യു എ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ടാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കെ ഇ ബി എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി കെ സ്ക്വയർ y ആണ്. അതേപോലെ ആൻഡ് യു ബി എന്ന് പറയുന്നത് കെ സ്ക്വയർ എക്സ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടിലൊന്ന് നമുക്ക് കെ സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ y പ്ലസ് എക്സ് ഡിവിഷൻ ബൈ കെ സ്ക്വയർ ഇൻറ്റു y പ്ലസ് എക്സ്, അത് നമുക്ക് ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എ ബൈ ഇ ബി എന്ന് പറയുന്നത് 1 ബൈ കെ സ്ക്വയർ എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കിട്ടി. സോ ഒരു ഇച്ചിരി പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. സോ ബി എസ് ദി ആൻസർ. വെറും മാത്തമാറ്റിക്സ് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതും സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ്. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് വിത്ത് ദ എക്സ് ആക്സിസ് സച്ച് ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് proportional to the displacement from the equilibrium position, then they are in the same direction. അത് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. The displacement xt is given by, ഇതിൽ ഏത് കേസസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷനും രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്നത്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ദ ഫസ്റ്റ് വൺ, that choice is given as say we can say x, so xt that is given as sin omega t. ഇതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വെലോസിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി ഒമേഗ ഇൻറ്റു അപ്പോൾ സൈൻ ഒമേഗ ടിയെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ കോസ് ഒമേഗ ടി ആയിട്ട് മാറും. അവിടെ നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായി. നമ്മൾ വീണ്ടും വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി ആയി മാറി.
അപ്പോൾ അവിടെ നിന്ന് ഒരു സൈൻ ഒമേഗ ടിയെ നമുക്ക് എക്സ് ടി ആയിട്ട് എടുത്താൽ നമുക്ക് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ടി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മീനിങ് കൂടെ ഓർത്തിരിക്കുക. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് രണ്ടും 180 ഡിഗ്രി ഡിഫറൻസ് ആണ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് എ പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടെ വേണ്ടത് സെയിം ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോയ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോയ്സ് പറയുന്നത് എക്സ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവയെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, സോ ഒരു പ്രാവശ്യം നമ്മൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. സോ വെലോസിറ്റി ഈസ് വാട്ട്? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു, ഒരു പ്രാവശ്യം ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് ഫങ്ഷൻ ഓഫ് ഫങ്ഷനാണ്. സോ സൈനിൻ്റെ ഇത് നമുക്ക് കോസ് ഒമേഗ ടി ആണെന്ന് നമുക്കറിയാം. അതോടൊപ്പം കോസ് ഒമേഗ ടിയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ വരുമെന്നുള്ള കാര്യം അറിയാം. മൈനസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷനിലേക്ക് നമുക്ക് പോകാം. സോ ആക്സിലറേഷൻ ടേക്ക് ദ വാല്യൂ എസ്. ഇവനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻസ് ചെയ്യണം. കോസ് എന്ന് പറയുന്നത് മൈനസ് ആവും. സോ മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി, ഗുഡ്, മൈനസ് ഒമേഗ ഇൻറ്റു സൈനിൻ്റെ ഡിഫറൻഷ്യൽ വരുമ്പോൾ നമുക്ക് അത് കോസ് ഫങ്ഷനായിട്ട് നമുക്ക് മാറും. നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കൊന്ന് പുറത്തേക്ക് എടുത്താൽ മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. അവിടെ സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി നമുക്ക് എന്തായിട്ട് അറിയാം? എക്സ് ആയിട്ട് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ എ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ടി ആയിട്ട് മാറിക്കഴിഞ്ഞു. സോ അവിടെയും നമുക്കത് പോസിബിൾ അല്ല, കാരണം എയും എക്സും ഒരേ ഡയറക്ഷനിലല്ല, ഓപ്പോസിറ്റാണ് വരുന്നത്. അടുത്ത കേസ് സി ചോയ്സ്, ഇ ഒമേഗ ടി. അപ്പോൾ ഇ ഒമേഗ ടി നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം എക്സ് ടി എന്ന് പറയുന്നത് ഇ ഒമേഗ ടി ആയിട്ട് തന്നിട്ടുണ്ട്. വീണ്ടും നമുക്ക് വി എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ ഡി എക്സ് ബൈ ഡി ടി ആയിട്ട് നമ്മളെടുത്ത് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷനാണ്. സോ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു ഒമേഗ ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് ആക്സിലറേഷൻ അലോങ് ദ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി വി ബൈ ഡി എക്സ് ഡി ടി നമ്മൾ കൺസിഡർ ചെയ്യുക. ഫങ്ഷൻ ഓഫ് എ ഫങ്ഷനാണ്. സോ ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ ഒമേഗ ടി. പക്ഷേ ഈ ഒമേഗ ടി നമുക്ക് അറിയാം അത് എക്സ് ആണ്. സോ ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേഷനും എക്സും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷനാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാം ബോത്ത് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. സോ നമുക്ക് സി എന്ന് പറയുന്നത് ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് ഓർത്തിരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, അതിൽ നിന്ന് വെലോസിറ്റിയിലേക്കും ആക്സിലറേഷനിലേക്കും നമ്മൾ വന്നു ബൈ യൂസിങ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ഫോർമുല. ആസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊരു ആസ്പെക്റ്റും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റി എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗുഡ് ക്വസ്റ്റ്യൻ. എ ബ്ലോക്ക് ഓഫ് മാസ് 1 kilogram ഈസ് ഫ്രീ ടു മൂവ് അലോങ് ദ എക്സ് ആക്സിസ്. ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് and from time t equal to 0 onwards, it is subject to a time-dependent force Ft in the direction. The force Ft varies with t as shown in the figure. The kinetic energy of the block at t equal to 4 seconds. So നമുക്കിവിടെ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്ന കർവാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഏത് ടൈമായിട്ട് നമുക്ക് പറയാം? ന്യൂട്ടൻ്റെ സെക്കൻഡ് നിയമം അനുസരിച്ച് നമുക്കറിയാം അത് ഫോഴ്സ് ഈസ് ഡി പി ബൈ ഡി ടി. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണെന്ന് മനസ്സിലായി. ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഫൈനൽ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലേ. അത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ എന്നല്ലേ പറയുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി 0 എന്നല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ എം ഇൻറ്റു വി എന്ന് പറയുന്നതാണ് എഫ് ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അതിന് നമുക്ക് എഫ് ടി കണ്ടുപിടിക്കണം. എഫ് ടി എന്ന് പറയുന്നത് ഇവൻ്റെ ഏരിയ അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1, 2, 3 3 ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഏരിയ 1 A1 പ്ലസ് A2 പ്ലസ് A3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ A1 ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ഇൻറ്റു ദ ബേസ് എസ് 1, altitude as 2. സോ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് A2 എങ്ങനെ വരും? ദാറ്റ് ബേസ് ഈസ് 3 - 1, ഇറ്റ് ഈസ് 2. സോ ഹൈറ്റ് എന്ന് പറയുന്നത് -2 ആയിട്ട് മാറി. ദെൻ A3 and again a triangle, so that is equal to
half into base as what? 3 to 4 as 1, that altitude as 2, so 2 to cancel, so 1, and 2 into 2, and here also half into, yes, base ആണ്, half into, so 2 to cancel, minus 2 plus 1, good, so that is equal to m into v, so that makes you cancel, so you get the value m into v is equal to 0, so that is equal to the final velocity is equal to 0, so kinetic energy is equal to half m into velocity final square, so velocity final square is 0, and hence we can say the kinetic energy take the value as 0, so therefore D is the answer. അപ്പോൾ ആ എടുത്ത മെത്തേഡ്, ആ ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ഇൻ മൊമെൻ്റമായിട്ട് നമുക്ക് കൊടുക്കാം. അത് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ടേക്കിംഗ് ദ ഏരിയ വിത്ത് സൈൻ. സോ വിത്ത് സൈൻ വരുമ്പോൾ അതൊരു വെക്ടർ കൺസെപ്റ്റ് ആണെന്നുള്ളൊരു മീനിങ് ഉണ്ട്. ആ കാര്യം ഓർമ്മയിരിക്കട്ടെ. കൺസിഡർ എ വയർ വിത്ത് എ ഡെൻസിറ്റി D and stress sigma. Then for the same density, the stress increases 2 times the speed of the transverse wave along the wire is. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കേസസിൽ നമുക്ക് സ്പീഡിനൊരു ഫോർമുല നമുക്കറിയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവിഷൻ ബൈ റോ. വളരെ പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് സെയിം ഡെൻസിറ്റിയാണ്. ആര് മാറുന്നു? സ്ട്രെസ് മാറുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് നോർമൽ കേസിൽ ഇലാസ്റ്റിസിറ്റി ബൈ റോ ആണ്. ഇലാസ്റ്റിസിറ്റി നമുക്ക് സ്ട്രെസ്സുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. അങ്ങനെ ആയത് കൊണ്ട് നമുക്ക് ഇലാസ്റ്റിക് വരാം, സ്ട്രെസ് എന്ന് ഇവിടെ എടുക്കാം. സ്ട്രെസ് അപ്പോൾ വി ഡാഷ് എന്ന് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡാഷ് ബൈ റോ ഡാഷ്. പക്ഷേ ഈ റോ ഡാഷ് എന്ന് പറയുന്നത് റോ തന്നെയാണ്. പക്ഷേ ഇ ഡാഷ് എന്ന് പറയുന്നത് 2 ടൈംസ് ഔട്ട് ആയി മാറി. സോ റൂട്ട് 2 ടൈംസ് ഓഫ് റൂട്ട് ഇ ബൈ റോ ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2 ടൈംസ് ഓഫ് വി ആയിട്ട് നമുക്ക് പറയാം. So we get the answer as the 24th one as A. Here a good question, number 25. 2 soap bubbles of radii 3 millimeter and 4 millimeter are confined in vacuum. Vacuum, it is very important. So the zero pressure. Coalesce atmosphere, coalesce isothermal process, so that we can say as P into V is a constant, to form a new bubble in vacuum. The radius of the bubble formed in is. സോ രണ്ടും കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പി വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മുടെ ഐസോതെർമൽ കണ്ടീഷൻ പറയുന്നത്. അപ്പോൾ രണ്ട് വേവുകളുടെ ഒരെണ്ണത്തിൻ്റെ രണ്ട് സോപ്പ് ബബിളിൻ്റെ അപ്പോൾ എക്സസ് പ്രഷർ ഡെൽറ്റ P1 ഇൻറ്റു അതിൻ്റെ വോളിയം V1 ആണെങ്കിൽ രണ്ടാമത്തതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വണ്ണിൻ്റെത് നമുക്ക് V ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ നമുക്കറിയാം ഫോർ എ ബബിൾ ഇൻ എ it is denoted as 40 division by R1 into its volume as 4 by 3 pi R1 cube plus 40 division by R2 into 4 by 3 pi R2 cube. So that should equal to 40 by R into the 4 by 3 pi R cube. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു, എല്ലായിടത്തും 40 കൺസെപ്റ്റ് കഴിഞ്ഞു. ഒരു റേഡിയസുമായിട്ട് നമുക്ക് വെട്ടിക്കളയാം. 4/3 5 4/3 കളയാം. R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ എന്ന് പറയുന്നത് R സ്ക്വയർ ആയിട്ട് മാറി. നമ്മുടെ എയിം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ബബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An oscillator circuit contains an inductor. That inductor got the value. So അത് ഓർമ്മയിരിക്കട്ടെ. That inductor value is nothing but equal to as a 0.05 that much Henry. And a capacitor of capacity 80 μF. When the maximum voltage across the capacitor is 200 volt, then the maximum current in the circuit is. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് ചിന്തിക്കുക. കാരണം ഇവിടെ ഒരു കപ്പാസിറ്ററും ഇൻഡക്ടറുമാണ്. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ, സോ ഇവിടെ പൊട്ടൻഷ്യൽ മാക്സിമം തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ
അതിലേക്ക് നമുക്ക് വരാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഒരു കപ്പാസിറ്ററിലൂടെയുള്ള ചാർജ് എന്ന് പറയുന്നത് സി ഇൻറ്റു വി എന്നാണ് നമ്മൾ പറയുക. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്നുള്ള ഒരു കറണ്ട് കണ്ടുപിടിക്കാൻ അവനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ദാറ്റ് മച്ച് വി. പക്ഷെ നമുക്കറിയാമെന്നുള്ള ഒരു കൺസെപ്റ്റ് ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു അതിൻ്റെ മാക്സിമം വാല്യൂ വി എം സൈൻ ഒമേഗ ടി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സോ വി ക്യാൻ റൈറ്റ് എസ് എ സി ഇൻറ്റു വി എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് സൈൻ ഒമേഗ ടി. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഫങ്ഷൻ ഓഫ് ഫങ്ഷനാണ്. സോ ഒമേഗ ഇൻറ്റു എസ് കോസ് ഒമേഗ ടി ആയിട്ട് മാറും. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ അത് 1 ആയിട്ട് മാറി. അങ്ങനെ വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് സി വി എം ഒമേഗയായിട്ട് മാറി. അപ്പം അതോടൊപ്പം ഒമേഗ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ് ഇവിടെ പറയുന്നത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്നാണ്. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതൊരു റെസൊണൻസ് കൺസെപ്റ്റിലേക്ക് മാറില്ലേ? അവിടെ എക്സലിൻ്റെ വാല്യൂ റിയാക്റ്റീവ് അറ്റൻസ് അക്രോസ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിന് തുല്യമല്ലേ? അപ്പോൾ ഒമേഗ എൽ എന്ന് പറയുന്നത് 1 ഒമേഗ സി അല്ലേ? സോ ഒമേഗ സ്ക്വയർ ടേക്ക് ദ വാല്യൂ ആസ് 1 എൽ സി അല്ലേ? സോ ഒമേഗ ടേക്ക് ദ വാല്യൂ ആസ് 1 √എൽ സി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് സി ഇൻറ്റു വി എം ഇൻറ്റു ഒമേഗയ്ക്ക് പകരം 1 √എൽ സി. അവിടെ സി എന്ന് പറയുന്നത് ഈ റൂട്ടിനുള്ളിലേക്ക് കയറ്റിയാൽ വി എം ഇൻറ്റു റൂട്ട് സി ബൈ എൽ എന്നൊരു ഫോർമുലയിലേക്ക് മാറി. സോ യു ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ആസ് 200 ഇൻറ്റു സി ആസ് 80 മ്യൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ 0.05 നമുക്ക് സോൾവ് ചെയ്തുമ്പോൾ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് 8 ആംപിയർ എന്നുള്ള ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. സോ വന്ന അപ്രോച്ച് നിങ്ങൾ ഓർക്കുക. ഒരു കപ്പാസിറ്റർ ബേസ് ചെയ്ത് ചാർജ് എന്ന് പറയുന്നത് സി ഇൻറ്റു വി ആണെങ്കിൽ കറണ്ടിന് ഇക്വേഷൻ എഴുതി. കറണ്ട് എന്ന് പറയുന്നത് മാക്സിമം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് കിട്ടാൻ നമുക്ക് അവിടുത്തെ വാല്യൂ മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറും. സോ ഇറ്റ് ഷുഡ് ബി മാക്സിമം. സോ ബൈ പുട്ടിംഗ് ദ വാല്യൂ ബൈ യൂസിങ് ദ റെസൊണൻസ് നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്നെത്തി. സോ സി എസ് ദി ആൻസർ. The displacement of a particle is given by that y take the value as equal to 4 cos square t by 2 into sin 1000t. This expression may be considered to be the result of superposition of how many simple harmonic motion. നമ്മുടെ ഈ ഒരു ഡയറക്റ്റായിട്ട് നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് വരുമെങ്കിലും കമ്മ്യൂണിക്കേഷനിലെ മോഡുലേഷൻ എന്നൊരു കൺസെപ്റ്റുമായിട്ട് നമുക്ക് ഈ സൊല്യൂഷനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ചില ഈ കോസ് സ്ക്വയർ തീറ്റ ബൈ 2 എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് 2x ദ ഡിവിഷൻ ബൈ 2 എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വി ക്യാൻ റൈറ്റ് എസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് 1 പ്ലസ് എസ് 2x ആണ്. അപ്പോൾ 2 ഇൻറ്റു ടി ബൈ 2. അപ്പോൾ കോസ് ടി ദ ഡിവിഷൻ ബൈ 2 ദാറ്റ് മച്ച് ഇൻറ്റു സൈൻ 1000t. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ 1000t പ്ലസ് 2 പോസിറ്റീവ് സൈൻ 1000t. വീണ്ടും ഈ 2 കോസ് എ സൈൻ ബി എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്തിരിക്കണമേ, നമുക്കറിയാവുന്ന ഫോർമുല 2 സൈൻ എ കോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ 1000t പ്ലസ് 2 കോസ് എ സൈൻ ബി എന്ന് പറയുമ്പോൾ സൈൻ എ പ്ലസ് ബി. അപ്പോൾ 1t പ്ലസ് 1000t നമുക്ക് എങ്ങനെ എഴുതാം? 1000 1 ഇൻറ്റു ടി പ്ലസ് സൈൻ എ മൈനസ് ബി. എ എത്രയായിട്ട് എടുക്കുക? സോ 1000t മൈനസ് ടി എത്രയായി? യെസ്, നമുക്ക് സിമ്പിളായിട്ട് പറയാം സൈൻ 9t. സോ ഇതെല്ലാം ഓരോ സിമ്പിൾ വേവ്സ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് 3
sinusoidal waves. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റിനെ നമ്മുടെ ആ ചാപ്റ്ററുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. സോ വി ഗെറ്റ് 3 sinusoidal waves എന്നാണ്. സോ വി ക്യാൻ സേ ബി as the answer. A cylindrical tube open at both the ends has a fundamental frequency n. If one of the ends is closed, the fundamental frequency become. അപ്പോൾ ഓപ്പൺ അറ്റ് ബോത്ത് ദ എൻഡ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് വി ഡിവിഷൻ ബൈ 12. അങ്ങനെയാണെങ്കിൽ വൺ ഓഫ് ദ എൻഡ്, അപ്പോൾ ഇത് ഓപ്പൺ അറ്റ് 2 എൻഡ്, അപ്പോൾ അതേ ലെങ്തിൽ തന്നെ അത് ഒരു എൻഡ് ക്ലോസ് ചെയ്താൽ എൻ ഡാഷ് എന്ന് പറയുന്നത് സോ വെലോസിറ്റി ഡിവിഷൻ ബൈ എസ് 4L ആയി മാറും. അത് നമുക്കറിയാം. ഈ റിലേഷനിൽ നമുക്ക് വി ബൈ എല്ലിന് വരെ എന്തെന്ന് കൊടുക്കാം? സോ 2n ഡിവിഷൻ ബൈ 4 ആകും. So that is equal to n by 2. So n dash take the value as n by 2. അപ്പോൾ നമ്മൾ ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ വളരെ ഈസി ആയിരിക്കും. നമ്പർ 29. A uniform bar of mass is supported by a pivot at its top about which the bar can swing like a pendulum. If a force F is applied perpendicular to the lower end of the bar as shown in the figure, then what is the value of F in order to hold the bar in equilibrium at an angle theta from the vertical? അപ്പോൾ നമുക്ക് ഒരു അസംഷൻ ചെയ്യാം. ഇത് വെർട്ടിക്കലായിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്മുടെ റോഡ് എന്ന് പറയുന്നത് യെസ് അറ്റ് ആൻ ആംഗിൾ തീറ്റയിലാണ് ഇരിക്കുന്നത് എന്നിരിക്കട്ടെ. ബട്ട് വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് എഫ് ഹിയർ. അപ്പോൾ ഇക്വിലിബ്രിയം ആകണമെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എഫ് എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് പറ്റി നമുക്കറിയാം. സോ ഫസ്റ്റ് വൺ ദ വെയിറ്റ് mg ദാറ്റ് ഈസ് ആക്ടിങ് വേർട്ടിക്കലി ഡൗൺവേർഡ്. സോ ഇത് O എന്ന് പറയുന്ന പൊസിഷൻ ആണെങ്കിൽ ഇത് എയും ഇത് ബിയും ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. യെസ്. അപ്പോൾ ഇനി ഒന്ന് നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം. സി നമുക്ക് ഈ mg യെ നമുക്ക് 2 കമ്പോണൻറ്റുകളായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ ഇത് തീറ്റയാണ്, ഇത് തീറ്റയായിട്ട് മാറും. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് mg കോസ് തീറ്റയായിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? mg സൈൻ തീറ്റ. എപ്പോഴും ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റുകളാണ് ടോർക്കിന് റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു O പോയിന്റിലെ നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം സിഗ്മ ടോ എബൌട്ട് ദ പോയിന്റ് ഷുഡ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ലീനിയർ ഫോഴ്സും അവിടുത്തെ രൂപത്തിൽ നെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പം ടോ എബൌട്ട് O അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഫോഴ്സസ് ആണ് അവിടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. mg സൈൻ തീറ്റ ദാറ്റ് വിൽ ഗീവ് എ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ടു ദാറ്റ്, ബട്ട് F will give a anti-clockwise rotation. So clockwise torque can be treated as minus. So the force responsible as mg sin theta into the perpendicular separation between the line of action and axis എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് വരും. അപ്പോൾ നമുക്കതിനെ L/2 എന്ന് നമുക്ക് കൊടുക്കാം. ദാറ്റ് മച്ച് പ്ലസ് ഇവൻ കൊടുക്കുന്ന പോസിറ്റീവ് ഫോഴ്സാണ്. അപ്പോൾ സോ എഫ് ഇൻറ്റ് അവിടുത്തെ ഓയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ദ ആക്സിസ് എന്ന് പറയുമ്പോൾ അത് L ആയിട്ട് മാറും. ഇറ്റ് ഷുഡ് ഈക്വൽ ടു 0. സോ എഫ് ഇൻറ്റു എൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് mg സൈൻ തീറ്റ ഇൻറ്റു L/2 എന്ന് നമുക്ക് പറയാം. L ക്യാൻസൽ ആയിട്ട് മാറും. സോ വി ഗെറ്റ് ദ ആൻസർ ദ ഫോഴ്സ് റിക്വയർഡ് ടു ഹോൾഡ് ദാറ്റ് bar equilibrium as nothing but equal to mg sin theta that division by 2. ഒരിക്കൽ കൂടെ 2 കൺസെപ്റ്റ്സുകൾ ഓർത്തിരിക്കുക. ദ ടോർക്ക് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് കണ്ടുപിടിക്കാൻ അവിടെ ലീനിയർ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ആക്ഷൻ ആൻഡ് ആക്സിസ്, ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ആയിട്ട് എടുക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ്. അതിനേക്കാൾ ഉപരി ഒരു പോയിന്റ് കൂടെ ഓർക്കുക, എപ്പോഴും perpendicular component of velocity or the force are responsible for
റൊട്ടേഷണൽ മോഷൻ എന്നുള്ള കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കട്ടെ. എ ഗുഡ് ക്വസ്റ്റ്യൻ. നമ്പർ 30. An electromagnetic wave of intensity I is incident on a non-reflecting surface. If c is the speed of light, then I by c is. Actually, it is a formula for the radiation pressure. സോ ഒരു നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ അത് ഐ ബൈ സി ആയിരിക്കും. അത് റിഫ്ലക്റ്റിംഗ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എസ് 2i by c. പക്ഷേ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ചോയ്സസ് കിട്ടാനുള്ള എളുപ്പം അവൻ്റെ ഡയമെൻഷൻ നമ്മളങ്ങ് കണ്ടുപിടിച്ചാൽ മതി. എന്താ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്? ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ ബൈ സി എന്നാണ്. അപ്പോൾ നമ്മുടെ എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml²T⁻²2 T ഇൻറ്റു ഏരിയ L² ഇൻറ്റു LT⁻⁻1. സോ L² ക്യാൻസലായി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു T⁻⁻1 ക്യാൻസലായി. സോ വി ക്യാൻ സേ ദാറ്റ് m ഇൻറ്റു L⁻⁻1 T⁻². യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഇതിലേക്ക് വരും? ഐ ബൈ സി. നമുക്കറിയാം പ്രഷർ. ദ പ്രഷർ ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ഈസ് വാട്ട്? ml⁻², ദ ഡിവിഷൻ ബൈ ഏരിയ. സോ ml⁻⁻1 T⁻². ഗുഡ്. സോ നമുക്ക് എന്ത് പറയാം? ദ പ്രഷറിന് തുല്യമായിട്ടുള്ള കേസായിട്ട് നമുക്ക് മാറാം. So we get the answer as C for the 30th question. So students, നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാവുന്നതായിരിക്കും. So try to do maximum MCQs, then you can got maximum rank in Kerala entrance. God bless you.